ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താന്ന് വെച്ചാൽ അവര് ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണുസുതിക്കാണ് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സ്. രേണുസുതിയുടെ ഇന്റർവ്യൂല് ഈ ആങ്കർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെയാണ് എല്ലാവരും എടുത്തു പറഞ്ഞത്. ആ ചോദ്യത്തിന്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിന് എക്സ്പ്ലനേഷനുമായിട്ട് ആ ആങ്കർ വന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള അല്ലെങ്കിൽ അവര് പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് കേൾക്കണം. വെളുപ്പിക്കുക, എങ്ങനെയൊക്കെയാണോ വെളുപ്പിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ വെളുപ്പിക്കുക. അതാണ് ഇവർ ഈ ചെയ്യുന്നത്. സുചിത്ര, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രേണുസുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് രേണുസുധിക്കെതിരെയും. ഈ ആരോപണങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ആരാ? ഞങ്ങളാണോ? അല്ലല്ലോ. നിങ്ങളൊരു പെണ്ണല്ലേ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ട അങ്ങനെ ഒരു ചോദ്യം അവരുടെ ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ട് ചോദിക്കാൻ വേണ്ടിട്ട്? വേണ്ടേ? തിരിച്ച് നിങ്ങളോടാണ് ആ സ്ത്രീ ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ അതുപോലെ അവിടെ ഇരുന്ന് കേൾക്കുവോ? ഇല്ലല്ലോ. ഓരോ നാണോ മാനോ ഉളുപ്പും ബോധവും ഇല്ലാതെ അമ്മാതിരി ചോദ്യം അവിടെ പോയിരുന്ന് ചോദിച്ചിട്ട് ഇപ്പൊ വെളുപ്പിക്കാൻ വന്നിരിക്കുന്നതിന്റെ അർത്ഥം എന്തുവാ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അവരെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത് ഇപ്പൊ അവർക്ക് എല്ലാത്തിനും കൊണ്ടുവന്ന് റിയാക്ഷൻ ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിച്ചതാരാ? നിങ്ങള്. എന്നിട്ട് വന്നിരുന്ന് രേണുസുധിനെ ആണെങ്കിലും സ്വന്തം ചാനലിനെ ആണെങ്കിലും സ്വയമായിട്ടും അങ്ങിരുന്ന് വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. കേൾക്കുന്നവര് മണ്ടന്മാരും പൊട്ടന്മാരൊന്നും അല്ല. നിങ്ങൾ ഈ വെളുപ്പിക്കാൻ വന്നിരിക്കുമ്പോ അതൊക്കെ കേട്ട് അങ്ങ് വെളുക്കാൻ വേണ്ടിട്ട്. വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണുസുധി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇന്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷെ രേണുസുധിയുടെ ഭാഗത്ത് നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മള് കുറെ നാളുകളായിട്ട് രേണുസുധിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം ഞങ്ങളാരും പറഞ്ഞതെന്നല്ലല്ലോ, നിങ്ങളുടെ ഓഫീസിലിരിക്കുന്ന നിങ്ങളുടെ ഒരു സ്റ്റാഫാണ് പറഞ്ഞത്. രേണുസുധി വിളിച്ച് ഇന്റർവ്യൂ ചോദിച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. പൈസ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ എടുത്തത് അല്ലേ? അല്ലാതെ നാട്ടുകാരോ വന്നിട്ട് ഇങ്ങനെയാണ് സംഭവം കേട്ടോ എന്നല്ലല്ലോ പറഞ്ഞേ. ഇതിപ്പം രേണുസുധി വിളിച്ച് ചിലപ്പോ പ്രഷർ ചെയ്ത് കാണും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അതിന്റെ പേരിലായിരിക്കണം ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ. ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവര് ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ് ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇന്റർവ്യൂവിന് തയ്യാറാവുന്നതും നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇന്റർവ്യൂ തന്നെ. നിങ്ങളുടെ ഈ ഒരൊറ്റ പ്രവൃത്തി കാരണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ ഒരു ഇന്റർവ്യൂ കാരണം രേണുസുധിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ വരെ ഇപ്പൊ അവർക്ക് നേരെ തിരിഞ്ഞു. അല്ലാണ്ട് ഇതുകൊണ്ട് ആർക്കും വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് കൂടെ നിങ്ങൾ ഉപദ്രവം ഉണ്ടാക്കി കൊടുത്തു, അല്ലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. മര്യാദക്ക് പൊക്കോണ്ടിരുന്ന ഒരു സ്ത്രീ, ആർക്കൊക്കെ അവരോട് ദേഷ്യം ഉണ്ടായിരുന്നോ അവരൊക്കെ അതൊക്കെ മറന്നിട്ട് ഒന്ന് അവരോട് സഹതാപവും സ്നേഹമൊക്കെ തോന്നിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. നിങ്ങളും നിങ്ങളുടെ ചാനലുകാരും കൊണ്ടുപോയിട്ട് ഇന്റർവ്യൂ തേങ്ങാന്നും പറഞ്ഞങ്ങ് ഇല്ലാണ്ടാക്കി. അതല്ലേ ഇപ്പൊ സംഭവിച്ചേ. എന്നിട്ട് അതിന് എക്സ്പ്ലനേഷനും ആയിട്ട് ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് തോന്നില്ല ഉണ്ടെന്ന്. ആയിരുന്നു നമ്മൾ അവർക്ക് എന്താ പറയാ, അവര് ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഇത് പെയ്ഡ് ഇന്റർവ്യൂ ആണ്. മാത്രമല്ല ഇപ്പൊ രേണുസുധിക്കെതിരെ പ്രചരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സ് ആണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം
ഈ ഒരു വീഡിയോ ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താന്ന് വെച്ചാൽ അവര് ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണുസുതിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന് കാരണം എന്നുള്ളത്. എനിക്ക് സംസാരിച്ചപ്പോൾ അവർക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് അവരായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. അല്ലാണ്ട് മര്യാദക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാവത്തില്ല. അവരുടെ പ്രവൃത്തി കാരണം അവരുണ്ടാക്കിയെടുത്ത ഒരു പരിപാടിയാണ് ഈ ഹേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? സഹായിച്ചവരെ കുറ്റം പറയുക, ചീത്ത വിളിക്കുക, സോഷ്യൽ മീഡിയയിൽ വലിച്ചിടുക. പിന്നെ കിച്ചുവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ, കിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിനെ പോലും നമുക്കൊന്നും എതിർക്കാൻ വരെ പറ്റത്തില്ല. മനസ്സിലായി എന്താന്ന് വെച്ചാൽ അവരുടെ ടോണാണ് പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവര് പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ള ഒരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോൺ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ ക്യാൻസർ വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവരത്രയും സഫർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവരത്രയും സഫർ ചെയ്യാണ്, ഒറ്റയ്ക്കാണ് സഫർ ചെയ്യുന്നത്, വേറെ വരുമാന മാർഗങ്ങളില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ അവർക്കൊരു സഹായവും കൂടിയാകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയാ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. പിന്നെ ഈ ഒരു വോയിസിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നേ. അപ്പോ നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയാ, ഒരു ഹോട്ട് ടോപ്പിക് എന്ന രീതിയിൽ ഒരു സാധനം വേണമായിരിക്കും. അതിനാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക് അവിടെ എടുത്തിട്ടത്. അത് എന്തായാലും വിജയിച്ചല്ലോ. ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാനലില് ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്ന ഒരു 50-ലേറെ സ്റ്റാഫുകൾ ഉള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോ ഇതിനകത്തുനിന്ന് കുറെ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതാണ് സത്യം എന്ന് കരുതി കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ് പിന്നെ ആൾക്കാരങ്ങ് തീരുമാനിക്കുകയാണ്. രേണുസുതി വിളിച്ച് അവരുടെ അടുത്ത് പറയാണ്, എനിക്ക് ചികിത്സക്കായിട്ട് പണം വേണം, ഇന്റർവ്യൂ നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇന്റർവ്യൂ എടുപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ആൾക്കാർക്ക് എന്താണ് ഇത്ര എന്താ പറയാ വിഷമം അതിലെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, നമ്മൾ എന്തിനാണ് അതിനകത്ത് തലയിടാൻ പോകുന്ന? അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ട. അവര് എന്താ പറയാ, അവര് പബ്ലിക് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കട്ടെ എന്ന വല്ല ചിന്തയും നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഇന്റർവ്യൂ പോയിട്ട് എടുക്കായിരുന്നോ ആ പെണ്ണുമ്പിള്ളേ? ഇമാതിരി വൃത്തിയായിട്ട് ചോദ്യം അവരോട് ചോദിക്കായിരുന്നോ? എന്നിട്ട് അവര് കടന്നങ്ങ് പ്രസംഗിക്കുക നല്ല പിള്ളയായിട്ട്. ഇത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അവരെ കൊണ്ടുപോയിട്ട് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ഇന്റർവ്യൂ എടുത്ത് അത് ആൾക്കാരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്ത് അത് വിവാദമായപ്പോ ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കൈകുറ്റം. ചോയ ഒന്ന് ആലോചിക്കണം, എന്താണ് ഞാൻ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രശ്നമായത്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വീണ്ടും വരേണ്ടി വന്നത്? മനസ്സിലായോ? എന്നിട്ട് കിടന്നങ്ങോട്ട് പ്രസംഗിക്ക്. ശരി എന്നാ.